ഗുഡ് മോർണിംഗ്. താനേ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേ. സാധാരണ വനിതാ പോലീസുകാരാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വരാറ്. താൻ വനിതാ പോലീസുകാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഈ പറഞ്ഞ സൈസിലുള്ളത് എല്ലാം ഇവിടെ ഇല്ല കേട്ടോ. കാര്യം ചെയ്യും, 3 ഇച്ചിരി വലുത് മതിയോ സാറിന് ചോദിക്കും. ശരി, അതെ 2 38 സൈസ് എടുക്കാം. ബാക്കിയൊക്കെ ഒരേ സൈസ് മതിയെന്ന്. അത് നിനക്കങ്ങനെ അറിയാം? അന്നാ പെറ്റി കേസിൽ പോലീസ് പിടിച്ചില്ലേ, അപ്പൊ കഷ്ടം. പോലീസുകാരുടെ സ്കൂട്ടർ എടുത്തുണ്ടോ? നാണയില്ലല്ലോ സ്വന്തം വണ്ടി കട്ടോണ്ട് പോയി. വനിതാ പോലീസ് സ്റ്റേഷൻ വിൽപ്പനയ്ക്ക്. അങ്ങനെ തന്നെ വായിക്കണം. അയ്യോ, വിൽക്കണ്ട സാറേ, നമുക്ക് ഇവിടെ റിസോർട്ട് പണിയാം. എന്നാ പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാം. മുൻവശത്ത് വലിയൊരു സ്വിമ്മിംഗ് പൂൾ. അപ്പൊ സാറിന് അംഗം കാണാൻ താലി ഓടിക്കാം. എന്നാ സ്വിമ്മിംഗ് പൂൾ പുറകുവശത്ത് ആയിക്കോട്ടെ. വായി നോക്കി അവിടെ നിന്നോണം, ഇങ്ങോട്ട് വരാനുള്ളതിന്. ഏറ്റുരുപ്പടിയല്ല, അത് കോൺക്രീറ്റ് ആടാ സാറേ. ഇനി ഈ ഫർണിച്ചർ എല്ലാം എന്റെ ഓഫീസിൽ കൊണ്ടിടാം. അവിടെ എന്റെ ഒരുപാട് കക്ഷികൾ വരുമ്പോ അവരെ ഇരുത്താലോ. കക്ഷികളാ നിനക്ക്? അങ്ങോട്ടിരി ഇരി. ആ കാലം അങ്ങോട്ട് കയറ്റി വെക്ക. ലോക തോൽവിയായിട്ട് മാറിയേക്കുവാ. വരുന്നുണ്ട്. എന്താടോ ഇവിടെ? ഈ വീട് ഞാൻ വിലക്ക് വാങ്ങി. ഒന്നുകിൽ ഞാനിത് മറച്ചു വെക്കും, അല്ലെങ്കിൽ ഞാനും എന്റെ മകനും ഇവിടെ താമസിക്കും തീരുമാനിച്ചിട്ട്. തനിക്ക് മോനും താമസിക്കാനായിരുന്നെങ്കിലേ ഈ വീട് താൻ വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. കാണിച്ചു കൊടുക്കണോ വക്കീലെ? 10 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മാറിയില്ലെങ്കിലേ കേസും കോടതിയൊക്കെ ആയിട്ട് അങ്ങ് കേറി ഇറങ്ങേണ്ടി വരും. വായിച്ചു നോക്ക. എന്താ പേര്? നിനക്കെന്നെ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുവല്ലേ? പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് ഉണ്ടാക്കി ഇവരെ പിടിച്ച് അകത്തിടും. താൻ പോടോ. ഇയാളെ ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വേണമല്ലോ. ഇവനൊക്കെ അധികം നേരം ലോക്കപ്പിൽ കിടന്നാലേ സ്റ്റേഷൻ മാറും. ചത്തോ? സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ജയിലിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഇതും പൊളിഞ്ഞു. വിചാരിച്ചൊരു ഭീകരാന്തരീക്ഷം ഇല്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ബസ്സിൽ കണ്ട അമ്മച്ചിയാണല്ലോ. ഈ കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ? ഈ പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണമെന്ന് ഏമാന്മാരും പറഞ്ഞിട്ടില്ല. ഓ, എന്നാ ഈ ഏമാൻ പറയുന്നു പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണം. ഇത് പിടിച്ചു പിടിക്കാൻ. ഇതുവരെ ലോക്കലാണല്ലോ. ഇതിന്റെ ISI മാർക്ക് അവിടെ. ഈ കട ഞാൻ പൂട്ടിക്കും. ഞാനേ ഭയങ്കര സ്ട്രിക്റ്റാ, മനസ്സിലായോ? ആ കണ്ണാടി ഇവിടെ വേറെ എന്തൊക്കെയുള്ളത്? താനാ വനിതാ പോലീസ് സ്റ്റേഷനിൽ പുതിയ വന്ന ഡ്രൈവറല്ലേ? ആണെങ്കിൽ ഇടോ, തനിക്ക് നാണമില്ലല്ലോ ഇടോ. പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് നട്ടലില്ലാതെ ജീവിക്കാൻ. ഇടോ, ഞാനും പണ്ടൊരു പോലീസ് ഡ്രൈവറായിരുന്നു. പക്ഷെ തന്നെ പോലെ പെണ്ണുങ്ങളുടെ നല്ല ആണുങ്ങളുടെ സ്റ്റേഷൻ. ഇടോ, നിക്കടോ അവിടെ. വനിതാ പോലീസുകാർ വന്നിരിക്കുന്നു. സ്ത്രീകളെ നോക്കിയാ കുറ്റം, സംസാരിച്ചാ കുറ്റം,
ഇവിടെ പോയി ജോലി രാജിവെച്ച് ആണുങ്ങളെ പോലെ നടക്കാൻ നോക്ക്. എന്തുമാത്രം കൊച്ചു പുസ്തകങ്ങൾ വിൽക്കുന്ന കടയായത്. ISI വന്നതിന് ശേഷം എല്ലാം തീർന്നില്ലേ? അതല്ലേ എനിക്ക് ഇത്ര ദേഷ്യം വന്നത്. രാമകൃഷ്ണൻ വന്നല്ലോ. ഈ നാട്ടിലെ ആണുങ്ങൾ അത്ര കംഫർട്ടബിൾ അല്ല. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരല്പ സ്വാതന്ത്ര്യക്കുറവുണ്ട്. അപ്പൊ ഇന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ രാമകൃഷ്ണന്. ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങുന്നവരെ നമ്മൾ തല്ലാറുണ്ടോ? മദ്യപിച്ച വീട്ടിൽ വഴക്കുണ്ടാക്കിയ ഉറപ്പായിട്ടും തല്ലും. അല്ല പിന്നെ നല്ലവണ്ണം ഭാര്യയെ നോക്കി ജീവിക്കുന്നവന് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാര്യയെ കൂടാതെ വേറൊരാളെ കൂടി നോക്കുന്നവനെ ഞങ്ങള് ചവിട്ടി കൂട്ടും. കാര്യം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ആണുങ്ങളോട് ഇത്രയും വിരോധം പാടില്ല. നോക്ക് രാമകൃഷ്ണ, എന്റെ വീട്ടിലെ സകല ജോലികളും നോക്കുന്നത് എന്റെ ഹസ്ബൻഡാ. ഇവിടുന്ന് ടയേർഡായി വീട്ടിൽ ചെന്ന് കയറുന്ന ഞാൻ എന്ത് റിലാക്സ്ഡ് ആണെന്നറിയോ? തനിക്കൊരു കുടുംബമൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കണം. ആ ഹെൽമെറ്റ് വെച്ച് ഒന്നൊന്ന് കാണുന്നു. നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഈ ഉന്നം പിടിക്കണല്ലാതെ വെടിവെക്കണമെന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ വെടിവെക്കും? ജാമ്പവാന്റെ കാലത്തുള്ള ഒരു തോക്കും പിന്നെ ആകെ ഉള്ളതാണെങ്കിൽ രണ്ടുണ്ട്. ഇതൊന്ന് പ്രാക്ടീസിന് ഉപയോഗിക്കണമെങ്കിൽ വരെ മോളിന്ന് ഓർഡർ വേണം. ഒരു തീവ്രവാദി അറ്റാക്ക് വന്നാൽ നേരിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? പിന്നെ ഓക്കെ രാമകൃഷ്ണ, ബൈ. എന്താ വക്കീൽ സാറേ? സേവ്യർ സാറേ, വനിതാ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറും ആ മുകുന്ദൻ മേനോന്റെ മകളും കൂടി ഒരേ കാറിൽ ഇണക്കുരുവികളെ പോലെ മുട്ടിയൊരുമി ദേ വന്ന് ഇറങ്ങുന്നു. ഇനി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണ? ഫോൺ വെച്ചിട്ട് പോണ മോന്റെ മോനെ. ഓക്കെ ഓക്കെ, ഏറ്റില്ല. ഓ, ചേച്ചിമാരെത്തിയോ? മോക്ക് പുറത്തു പോകാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുക്കില്ലായിരുന്നല്ലോ. കഴിക്കുമ്പോഴെങ്കിലും ആ തോക്കൊന്ന് മാറ്റിക്കൂടെ? ബാത്റൂമിൽ പോകുമ്പോ വരെ ഞാൻ എന്റെ തോക്കുണ്ടു. എവിടാണ് ഭീകരം വരണേന്ന് പറയാൻ പറ്റൂല. ജോലി പോകുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ നിങ്ങളെയൊക്കെ പിരിയാന്ന് പറയുമ്പോ എന്തോ ഒരു... എന്തായാലും എല്ലാവരും ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി, ഞാനും വിളിക്കണ്ട, ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും. അയ്യോ, ആ വിളിയല്ല, വെറുതെ നിങ്ങളൊക്കെ മിസ് ചെയ്യുമ്പോൾ വിളിയില്ലേ അത്. എന്താ രാമകൃഷ്ണ ഇത്? നിനക്ക് ആ കുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ നിന്നാ മതിയായിരുന്നില്ലേ? ഞാൻ എന്തായാലും അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിച്ചു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ആ എസ് എന്നെ പറഞ്ഞുവിടും. എനിക്ക് അങ്ങനൊന്നും പറയരുത്, അള്ളാഹു നമ്മളെ പിരിക്കില്ല. രാമകൃഷ്ണന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അഹങ്കാരിയാണ് അവൻ. ഇത്രയും പറഞ്ഞിട്ടും അവന് വല്ല കുറ്റബോധം ഉണ്ടോ? രാമകൃഷ്ണ മാത്രം ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല മാഡം. പോലീസ് പ്രൊട്ടക്ഷനെ കുറിച്ച് എല്ലാം അറിയുന്ന നീയ അവൻ അവിടേക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. നീ എന്നെ വിളിച്ചു പറഞ്ഞു, പക്ഷെ അതല്ലല്ലോ. ഹോസ്പിറ്റലിൽ തന്നെ നിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞതല്ലേ. താനൊക്കെ കൂടെ ന്യായീകരിക്കാൻ നോക്കുന്നോണ്ടാ അവന് എന്തും ചെയ്യാനുള്ള ധൈര്യം. രാമകൃഷ്ണൻ നമ്മുടെ സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് ഇവിടെ അല്പം വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടായത്. അതെനിക്ക് മനസ്സിലായി. ഓ, അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ എത്ര പേരാ. രാവിലെ തൊട്ട് തന്നെ വനിതാ പോലീസുമാരൊക്കെ എന്തോ കളഞ്ഞ അണ്ണാനമാരി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്രാവശ്യത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കൂ മാഡം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് രാമകൃഷ്ണൻ ഉറപ്പ് പറഞ്ഞപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് അനുകൂലമായിട്ട് ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെന്ത് തീരുമാനം എടുക്കുന്ന എനിക്കറിയില്ല. എന്ത് തീരുമാനം എടുക്കാൻ? എന്നെ ഇവിടെ പറ്റത്തില്ലെന്ന് അവര് പറയും. 100% ആത്മാർത്ഥമായിട്ടല്ലേ ഞാൻ ഇവിടെ നിന്ന്.
ഒരു ഡ്രൈവർ മാത്രമായിട്ടാണോ? നീയുടെ ആവശ്യത്തിനാണ് നിന്നെ റിസോർട്ടിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് അവള് മാഡത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മോശമില്ലല്ലോ, അങ്ങനെയൊക്കെ പറയാം. റൊമാൻസ്. എടോ രാമകൃഷ്ണ, യെസ് സർ. എന്റെ പെർമിഷൻ ഇല്ലാതെ റിസോർട്ടിൽ പോവാൻ തന്നോട് ആരോട് പറഞ്ഞേ? താൻ പോയ സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. തന്റെ ജോലി ഡ്രൈവിംഗാ, അത് മാത്രം താൻ ഇവിടെ ചെയ്താൽ മതി. ഇത് തന്റെ ലാസ്റ്റ് വാർണിംഗാ. ഇനി മേല എന്തെങ്കിലും കാര്യത്തിൽ താൻ ഇടപെട്ടു എന്ന് ഞാൻ അറിഞ്ഞാ? ഇല്ല സർ, എന്റെ ജീവിതത്തിൽ ഇനി ഒരു കാര്യത്തിൽ ഞാൻ കടന്നു പോടോ. സർ, ആ മനോജ് കേസിന്റെ ഫയലിംഗ് എടുത്തേ. ഇവരാരെന്ന് ചോദിച്ചാലോ? ഞാൻ വരാൻ വൈകും. പോണതിന് മുമ്പ് ഇവർക്കൊട്ടൊരു പണി കൊടുത്തിട്ട് ഞാൻ ജീപ്പ് എടുക്ക്, പുറത്തു പോണം. സോറി സർ, ജീപ്പ് കംപ്ലൈന്റ് ആണ്. വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരണം. തനിക്ക് അത്യാവശ്യം മെക്കാനിക് പണിയൊക്കെ അറിയാവുന്നതല്ലേ, നന്നാക്കി കൂടെ? സോറി സർ, എന്റെ പണി ഡ്രൈവിംഗ് മാത്രമാണ്. ഈ രാമകൃഷ്ണൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ.